എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയത്. ഈസ് ഇറ്റ് ലവ്, ലസ്റ്റ്, അല്ല വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കണ്ടിട്ടോ, ഫൈനാൻഷ്യലോ മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ അവർ നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയത് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. എന്ന് വെച്ചാൽ അവരുടെ വികാരങ്ങളിൽ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നത് എന്താണ് നിങ്ങൾക്കായിട്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്ന അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ഓക്കെ. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ന്യൂട്രലായിട്ട് മാത്രം റീഡിംഗ് കാണുക, ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്, അവർ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സുമായിട്ട് കണക്റ്റ് ആവാനുള്ള കാരണം എന്താണ്? ഈസ് ഇറ്റ് ലവ്, ലസ്റ്റ് ഓർ സംതിങ് എൽസ്? വേറെ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ? എന്തായിരുന്നു കാരണം അവർ തമ്മിൽ കണക്റ്റഡ് ആവാനുള്ള? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി അവരുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള കാരണം എന്താണ്? Is it love, lust or something else? Please guide, please guide, please guide. എടുക്കാണേ. ടെമ്പറൻസ്, beautiful. Ten of Swords, King of Wands, Page of Swords, Page of Cups, High Priestess, Empress, Queen of Wands, beautiful. Wheel, Queen of Cups, Devil, Knight of Wands, Eight of Wands. Okay. കിങ് ഓഫ് വാൻസ് ആൻഡ് ക്വീൻ ഓഫ് വാൻസ് ഒറ്റ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുദ്ദേശിച്ചിട്ടാണ് അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത്? നിങ്ങളവരുടെ പാർട്ട്ണർ തന്നെയാണ് എന്നുള്ള രീതിയാണ്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ വല്ലാത്തൊരു മാനസികമായിട്ട് വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ അവരുടെ ലൈഫിൽ അവർ കുറേ അധികം പ്രോബ്ലംസ്, ടെൻഷൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫിലുള്ള സ്ട്രെയിൻ ഉണ്ടല്ലോ, തടസ്സങ്ങളുണ്ട്, ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ആ ടെൻഷൻസിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനും അതെല്ലാം മറന്ന് കുറച്ച് സമയം ഒന്ന് സമാധാനത്തിലിരിക്കാനും അവർക്ക് സാധിക്കാറുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ആ ടെൻഷനിൽ നിന്നെല്ലാം മുന്നോട്ട് പോയി അതെല്ലാം മറക്കാൻ സാധിക്കാറുണ്ട്. ഓക്കെ. നിങ്ങളുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസിനെ അവർ മാനിക്കുന്നു എന്ന് ആണ് അവിടെ കാണുന്നത്. പരസ്പരം തന്നെ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സപ്പോർട്ടീവായിട്ടുള്ള വ്യക്തികളാണെന്ന് കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള സമയത്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാറുണ്ട്. അതായത് ഒരു പ്രോപ്പർ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഓൾറെഡി, അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ സ്ഥാനത്ത് അവർ നിങ്ങളെ ഓൾറെഡി കാണുന്നു. ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെ പ്രതി അവർ അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, നിങ്ങളുടെ വാക്കുകളെ അവർ മാനിക്കാറുണ്ട്, നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ ബഹുമാനത്തോടെ സ്വീകരിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെ സംസാരം അവർക്ക് വളരെ ഇഷ്ടമാണ്. മോസ്റ്റ്ലി നിങ്ങൾ വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. ആ സംസാരം, പെരുമാറ്റമെല്ലാം അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഞാൻ ക്യാമറ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. നിങ്ങളുടെ കണക്ഷൻ ഉണ്ടായത് ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ത്രൂ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. കുട്ടികൾ വഴി പരിചയപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം കുട്ടികൾ വഴി അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ നിങ്ങളുടെ കഥ, കവിത രണ്ടിൽ ഒരാൾ എഴുതുന്ന ആളായിരിക്കാം. അപ്പോൾ ഈ കഥ, കവിത അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ത്രൂ കണ്ട് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്ത വ്യക്തികളും ആയിരിക്കാം. അവിടുന്ന് ഒരു എന്താ പറയുക, മ്യൂച്വലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്ന് നിങ്ങളും അതിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തമ്മിൽ നടന്ന് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളോട് ആരാധനയാണ് ബേസിക്കലി അവർക്ക്. ഓക്കെ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ അവർ വിശ്വസിക്കുന്നു എന്ന് കാണുന്നു കേട്ടോ. അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ ബലിക്കാറുണ്ട് എന്നും കാണുന്നു. നിങ്ങളിൽ രണ്ടിൽ ഒരാൾ ഒരുപാട് ടാറോ കാണുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. രണ്ടിൽ ഒരാൾ ഒരു ടാറോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രയധികം ടാരോയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ നോക്കാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ റീഡിങ്സ് എടുക്കാറുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഒക്കൾട്ട് റിലേറ്റഡ് പേഴ്സൺ ആണെന്ന് കാണുന്നു രണ്ടിൽ ഒരാൾ. ഓക്കെ, ഇൻറ്റ്യൂഷൻസ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളും ആയിരിക്കാം രണ്ടിൽ ഒരാൾ. ഓക്കെ, അത് വളരെയധികം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരുപാട് ബലിക്കാറുണ്ട് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. അതുപോലെ നിങ്ങളുടെ കെയർ, നിങ്ങളൊരു റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത വ്യക്തിയാണ് അവരുടെ ലൈഫിൽ. കാരണം എംപ്രസ്സാണ്. എംപ്രസ് ആകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത് എന്നാണ്. ഓക്കെ, നിങ്ങളെപ്പോലെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ രൂപത്തിൽ അവർ പണ്ടേ ആകൃഷ്ടരാണ്. അതിന് മേലെ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വീറ്റ്നെസ്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്ന രീതി, അവരുടെ കാര്യങ്ങൾ വളരെ കെയർ എടുത്ത് അന്വേഷിക്കുന്ന രീതി, അതൊക്കെ ഇവർക്ക് വളരെ സന്തോഷം കൊടുക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും അതെല്ലാം പോസിറ്റിവിറ്റിയിലേക്ക് വരുമെന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾ ഒന്നിക്കും എന്ന് തന്നെയാണ് അവരുടെ ഉറച്ച വിശ്വാസം കേട്ടോ. ക്വീനൊക്കെ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ് ഇവർ. വളരെയധികം മാനസികമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത്. ഓക്കെ, അത് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അവർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ തീരെ ഇല്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തെറ്റായി പോകും. കാരണം ഒരു പാർട്ട്ണറായിട്ട് കാണുന്നവിടെ തീർച്ചയായും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഉണ്ടാവണം അല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ ഒരു റിലേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആ രീതിയിലുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്. അതിനേക്കാൾ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്നേഹത്തിലാണ് അവർ അടിമപ്പെട്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങളെ വിട്ടുപോകാനൊന്നും അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അവർ ശ്രമിച്ചാലും, നിങ്ങൾ തന്നെ അവരെ പറഞ്ഞയച്ചാലും പോയതുപോലെ അവർ നിങ്ങളുടെ വാലിന്മേ പിടിച്ച് തിരിച്ച് വരുമെന്ന് തന്നെയാണ് കാണുന്നവർക്ക്. നിങ്ങളെ വിട്ടു പോകാനൊന്നും പറ്റില്ല. ഓക്കെ, അതേപോലെ നിങ്ങൾക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ എടുക്കാൻ തന്നെയാണ് അവരുടെ ചിന്ത കേട്ടോ. അതായത് വെച്ച് നീട്ടിക്കൊണ്ട് പോകരുത്, ഇനി എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എടുക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. വീണ്ടും സ്വിഫ്റ്റ് ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെയാണ് ഈ 2 പോയിന്റ്സ് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുമായിട്ട് എന്നും സംസാരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ, ഗിവ് മീ സം മോർ കാർഡ്സ്. ഇവിടെ എവിടെയും എനിക്കൊരു ലസ്റ്റ് മാത്രമാണെന്നോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഇവർ പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അവരുടെ എന്താ പറയുക, ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് അവിടെ കാണുന്നത്. അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ, ക്ഷമിച്ചിരുന്നാലേ പറ്റുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എടുത്ത് ചാടിയിട്ടോ ഒന്നും കാര്യമില്ല. ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിനവർ തയ്യാറുമാണ് കേട്ടോ. വല്ലാത്ത മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതായിട്ടും മിസ്സ് ചെയ്യുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം. അവരുടെ അടുത്ത്, അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളും അതേ അധികാരത്തോടെ, നിങ്ങൾ അവരുടെ ഭാര്യയാണ്, ഭർത്താവാണ് എന്നുള്ള അധികാരത്തോടെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയണം, ആവശ്യങ്ങൾ പറയണം. അതിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്നും കൈപറ്റാനല്ല, നിങ്ങൾക്ക് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ്. അവർ ജീവിതത്തിൽ പൊതുവെ ഹാപ്പി ആണെങ്കിലും അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു കുറവ്, നിങ്ങൾ കൂടെ ഇല്ലാത്തത് അവർക്കെന്നും ഒരു കുറവായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മജീഷ്യൻ.
നിങ്ങളെ തന്നെ ചിന്തിക്കുന്ന കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റായി പോകുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ പറ്റി തുടർച്ചയായിട്ട് ആലോചിക്കുമ്പോൾ ആ ചിന്തകൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്താണോ കൂടുതലായും ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർക്കും അതേ ചിന്തകൾ അവിടെ വരും. ഓക്കെ, ഇങ്ങനെ പരസ്പരം നിങ്ങൾ മാനിഫെസ്റ്റ് ആവുകയാണ്. വിട്ടു പിരിയാൻ പറ്റാത്ത രീതിയിൽ ലൈഫിൽ ഒന്നിച്ച് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, 2 കാർഡ് കൂടെ ഒന്നുകൂടെ ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് കാർഡ്സ് ചെയ്തിട്ട് എടുക്കാം. ഇവരുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നിങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഓപ്പണായിട്ട് മറ്റൊരാളുടെ അടുത്ത് ഒരാളെ പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവർ നിങ്ങളെപ്പറ്റി സീരിയസ് ആയിരിക്കണമല്ലോ, അല്ലേ? അല്ലെങ്കിൽ അതൊരു സീക്രട്ട് റിലേഷൻഷിപ്പായിട്ട് പാടെ ആരോടും ഡിസ്കസ് ചെയ്യാതെ അടക്കി വെക്കുകയല്ലേ ചെയ്യുക. പക്ഷെ ഇവർ ഈ കാര്യങ്ങളെല്ലാം അവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവർ ഇനി എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു സീക്രട്ട് റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ഒരിക്കലും ഓപ്പണായിട്ട് അത് ഡിസ്കസ് ചെയ്യില്ല, അല്ലേ? നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് ആണെന്നും കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മിസ്സിങ് എനർജി അവിടെ വരുന്നത്. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് അതുകൊണ്ടാണ് ക്ഷമയുടെ കാര്യവും അവിടെ വരുന്നത്. മിസ്സിങ്ങും അതായത് 4 ഓഫ് കപ്സും സ്ട്രെങ്ത്തും വരുന്നതിൻ്റെ കാര്യം എന്താണ്? അവിടെ ലോങ് ഡിസ്റ്റൻസിലാണ്. ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ മിസ്സിങ് എനർജിയും വരുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ലാസ്റ്റ് കാർഡ് 4 ഓഫ് വാൻസ്. നിങ്ങൾക്കായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫേം കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവർ. അതായത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ വേണം, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങൾ അവരുടെ ലക്കാണ് എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും അവർക്കൊരു സാമ്പത്തികമായ നേട്ടമോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് കണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ പ്രൈമറി ആയിട്ടുള്ള കണക്റ്റഡ് ആവാനുള്ള കാരണം എന്താണ്? സ്നേഹം തന്നെയാണ്, അല്ലേ? ഇറ്റ് ഈസ് ലവ്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. നിറയെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും റീഡിംഗ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് 222 അല്ലെങ്കിൽ 111 താങ്ക് യു ഡിവൈൻ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇത് മാനിഫെസ്റ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.